നാടൻ മാമ്പഴം കിട്ടുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അതിനായിട്ട് 3 നല്ല പഴുത്ത മാങ്ങ കളഞ്ഞതെടുക്കുക. അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത്. ഇവിടെ 4 പീസാക്കി അരിഞ്ഞതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. മാങ്ങയുടെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള ശർക്കര നമ്മൾ അടുത്തത് ചേർക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം. മാങ്ങ നല്ലപോലെ വെന്ത് തരാനായിട്ട് ഒരു അടപ്പ് കൊണ്ട് നമ്മൾ മൂടി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതും ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പുളിക്കനുസരിച്ചിട്ടുള്ള തൈരും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ മാമ്പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിടണം കേട്ടോ. നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് തിളയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ഉലുവ, 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ഇട്ട് താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ.